അസ്സലാമലൈക്കും വറഹമത്തുള്ള. എല്ലാവർക്കും നമസ്കാരം. അക്കിശാല വേസിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാനൊരു വീഡിയോ അതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ച് കൃത്യമായി ചെയ്തിരുന്നു. അതിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചതായിരുന്നു ഇതിന്റെ അപേക്ഷ സ്വീകരിക്കുന്നത് കെ-സ്മാർട്ട് വഴി ആയിരിക്കാനാണ് സാധ്യത എന്നുള്ളത് തന്നെയാണ്. നിലവിലെ വാർത്താമാധ്യമങ്ങളിലൂടെ ഇന്നറിയാൻ വേണ്ടി സാധിച്ചത് കെ-സ്മാർട്ട് വഴി അതിന്റെ അപേക്ഷ സ്വീകരിക്കാനുള്ള എല്ലാ നടപടികളും സർക്കാർ ഒരുക്കി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്നും കൂടി ഞാനിതിന് കൃത്യമായി വ്യക്തമായി പറഞ്ഞു തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കൂടാതെ ഇനി അടുത്തൊരു വീഡിയോ അതിന്റെ അപേക്ഷ സമർപ്പിക്കേണ്ട രീതി കൃത്യമായി കാണിച്ചുകൊണ്ട് തന്നെ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സർക്കാർ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വിധവ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, വികലാംഗ പെൻഷൻ, അവിവാഹിതരായ അമ്മമാർക്കുള്ള പെൻഷൻ, കൂടാതെ മറ്റ് സർവീസ് പെൻഷനുകൾ, ക്ഷേമനിധി ബോർഡിൽ നിന്ന് കിട്ടുന്ന പെൻഷനുകൾ, ഇവയൊന്നും ലഭിക്കാത്ത അപേക്ഷകർക്ക് മാത്രമേ ഇതിന് അർഹത ഉണ്ടായിരിക്കുന്നുള്ളൂ എന്നുള്ളത്. കൂടാതെ 35നും 60നും വയസ്സിന് ഇടയിലുള്ള ട്രാൻസ് വുമൺ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്കാണ് ഇതിന്റെ അർഹത മാനദണ്ഡം. കൂടാതെ അവർ കേരളത്തിലെ സ്ഥിര താമസക്കാരായിരിക്കണം എന്നുള്ളതും പ്രത്യേകം പരാമർശത്തിൽ കാണിക്കുന്നു. ബന്ധപ്പെട്ട സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന വ്യക്തികൾ നിർബന്ധമായും ഒന്നെങ്കിൽ അവർ അന്ത്യോദയ അന്നയോജന മഞ്ഞ കാർഡോ അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പിങ്ക് കാർഡോ ഉള്ളവരായിരിക്കണം. അത്തരക്കാർ അവരുടെ അപേക്ഷാ സമർപ്പണം നൽകുന്ന സമയത്ത് നിർബന്ധമായും അവരുടെ വയസ്സ് തെളിയിക്കാൻ വേണ്ടി അവർ സ്കൂൾ സർട്ടിഫിക്കറ്റോ ജനന സർട്ടിഫിക്കറ്റോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ വാലിഡിറ്റി ഉള്ളതായിരിക്കണം എന്നുള്ളതും കൂടി പ്രത്യേകം ഓർമ്മിക്കുക, സമർപ്പിക്കേണ്ടതാണ്. ഇതിനകത്ത് പ്രത്യേകമായി പറയുന്നത് ഇത്തരം കാര്യങ്ങളൊന്നും അവർക്കില്ല എങ്കിൽ പ്രായം തെളിയിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മെഡിക്കൽ ഓഫീസറുടെ സാക്ഷ്യപത്രം വാങ്ങിച്ച് നൽകിയാലും മതി എന്നുള്ളത് തന്നെയാണ്. കൂടാതെ അവർ ഇതിന്റെ അർഹതാ മാനദണ്ഡത്തിൽപ്പെടുകയും അവർക്ക് അപേക്ഷ സ്വീകരിച്ച് പെൻഷൻ സമ്പ്രദായത്തിലേക്ക് വരുന്ന സമയത്ത് വർഷാവർഷങ്ങളിൽ അവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അവർ മസ്റ്ററിംഗ് നടത്തേണ്ട സാഹചര്യം കൂടി വരും. കൂടാതെ നൽകുന്ന അപേക്ഷന്മേൽ എന്തെങ്കിലും തെറ്റായ വിവരം നൽകി അവർ പെൻഷൻ ആനുകൂല്യം പറ്റുകയാണെങ്കിൽ 18% പലിശയോടുകൂടി തുക സർക്കാർ പിടിച്ചുകെട്ടുമെന്നുള്ളതും പ്രത്യേകം ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. നിലവിൽ കേരള സർക്കാരിന്റെ കണക്ക് പ്രകാരം ഏകദേശം 31.34 ലക്ഷം സ്ത്രീകൾ ഇതിൽ ഭാഗഭാക്കാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ പ്രതിവർഷം 3800 കോടി രൂപ ഇതിനുവേണ്ടി പ്രത്യേകം മാറ്റിവെക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിക്കുന്ന വിവരങ്ങൾ. അടുത്തൊരു വീഡിയോ ഇതിന്റെ അപേക്ഷ എങ്ങനെ ഓൺലൈനിൽ സമർപ്പിക്കുക കെ-സ്മാർട്ട് വഴി എന്നുള്ളത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായി നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് നാട്ടുകാർക്കും നമ്മളെ കുടുംബക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വലിയൊരു പുണ്യകർമ്മ കാര്യമാണ്, അല്ലെങ്കിൽ ഒരു സാമൂഹിക സന്നദ്ധ പ്രവർത്തനമാണ് ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ അർഹരായ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതുവരെ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. കൂടാതെ ഈ വീഡിയോ നിങ്ങളെ ബന്ധപ്പെട്ട ഫാമിലി ഗ്രൂപ്പിലും നാട്ടുകാരുടെ ഗ്രൂപ്പിലും അതുപോലെ തന്നെ ആരൊക്കെയാണ് ഇതിന്റെ അർഹരായിട്ടുള്ളവർ അവരിലേക്കൊക്കെ എത്തിക്കുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. നന്ദി.